അപ്പോൾ ഇതാ തേങ്ങ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും ചെറിയുള്ളി ഇട്ടിട്ട് കയ്പ കുന അരിഞ്ഞിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട്. നമ്മൾ തേങ്ങ ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒതുക്കിയ തേങ്ങ നല്ലോണം മിക്സാക്കി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ ചേമ്പിൻ്റെ താളയിലയാണ്. അത് നമ്മൾ തണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചേമ്പും തണ്ട് മെച്ചിയാണ് കേട്ടോ ആക്കുന്നത്. മെച്ചി അത് കഴുകി കുക്കറിലിടുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. അടുപ്പത്ത് ഇതാ മീൻ കറിയായി മീൻ മുളക് മല്ലി ഇട്ടച്ചതാണ്, അയലാണ്. അത് മാറ്റി വെച്ച് ചോറ് ഇതാ ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിത് ഉപ്പിട്ട് എന്നോട് ഗ്യാസുമ്മൽ വെക്കാൻ പറഞ്ഞു. അത് ഞാനെന്താ ഗ്യാസുമ്മൽ വെച്ചു. ചീനച്ചട്ടി ചൂടായി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കടുകിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ വേറെ വ്ളോഗൊന്നും ഇടാത്തത്. മോക്കും സുഖമില്ലായിരുന്നു, എനിക്കും സുഖമില്ലായിരുന്നു. അപ്പോൾ ഓക്കെ ആയി വരുന്ന സൗണ്ടും നല്ലോണം അങ്ങോട്ട് ശരിയായിട്ടില്ല. അങ്ങനെ കടുക് പൊട്ടി കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ മിക്സാക്കി വെച്ച തേങ്ങ ഒതുക്കിയതും കയ്പയും കൂടി അതിന് ഞാൻ ആ ചുവപ്പ് കാണുന്നത് രാവിലെ ഓട്ടടൻ്റെ ചമ്മന്തി ഇത്തിരി ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി അതിലിട്ടതാട്ടോ. ആ ചുവപ്പ് കളർ കാണുന്നത് അതിനെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ പൂള പിഴിഞ്ഞ് വറവിട്ടത് ഉണ്ടായിരുന്നു, ഓട്ടട ഉണ്ടായിരുന്നു. അപ്പം പൂള അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഉമ്മച്ചിത് ഇല അരിഞ്ഞ് വെക്കുകയാണ്. മറ്റേത് കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്. ഇതോ നമ്മൾ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. നല്ലോണം ആവണം കേട്ടോ. പിന്നെ നീരൊക്കെ ഒന്ന് വറ്റണം, എന്നാലേ കുറേ കയ്പ്പ് പോവുള്ളൂ. അതിൻ്റെ നല്ലതാണ്, ശരീരത്തിന് നല്ല സാധനമാണ്. കയ്പക്കൻ്റെ ഗുണങ്ങളൊന്നും പിന്നെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ലേ. ഇതാ നമ്മൾ ചേമ്പും തണ്ടും എല്ലയും പൂളയും കറി വെക്കുന്നേക്ക് തേങ്ങ അരച്ചതാട്ടോ. അതിലേക്ക് 2 പച്ചമുളകും ഉള്ളിയിട്ടാണ് ഞാൻ തേങ്ങ അരച്ചത്. ഇതാ രാവിലത്തെ പൂള ബാക്കിയുണ്ട്, കപ്പ ബാക്കിയുള്ളതും അതിലേക്ക് ചേർക്കാൻ. ഇതാ കുക്കറിൽ ഉപ്പിട്ട് വേവിച്ചത് വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പോകും കേട്ടോ. ഇതാ ഉപ്പേരി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതാ മറ്റു പൂള ഉടക്കുകയാണ്. പൂള ഉടച്ചിട്ട് നമുക്ക് ഈ വെന്ത ചേമ്പിൻ്റെ തണ്ടുക്ക് മിക്സ് ആക്കി കൊടുക്കുക. നല്ലോണം ഉടച്ചിട്ട് ആക്കി കൊടുക്കുക. ഇതിലിട്ട് നല്ലോണം ഒന്ന് ഉടച്ചിട്ട് നമ്മൾ തേങ്ങയും ഇലയും ഒക്കെ എല്ലാം ഒരുമിച്ചാണ് ഇടുക കേട്ടോ. എന്നിട്ട് തിളപ്പിക്കുക ചെയ്യുക. പിന്നെ നമ്മൾ വറവിടുക ചെയ്യുക കേട്ടോ. ഇതാ പൂള അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട്. പൂളയിലിട്ട് നന്നായിട്ട് ഉടച്ചു. പിന്നെ ഇല ഇട്ട് കൊടുത്തു. ഇല ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ചിലർക്ക് ചൊറിയും, ചിലർക്ക് ചൊറിയില്ല കേട്ടോ. അവിടെ ഉമ്മച്ചിക്ക് അങ്ങനെ ചൊറിയില്ല, ഞങ്ങൾക്കൊക്കെ ചൊറിയാറുണ്ട്, തൊണ്ടക്കൊരു ചൊറിച്ചിൽ വരും. പക്ഷെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇലയൊക്കെ അങ്ങനെ ചൊറിയണം പോലെ വയറിന് നല്ലതാണ്. പിന്നെ ഇതൊക്കെ വിഷമൊന്നും ചേർക്കാത്ത നല്ല സാധനമാണല്ലോ. ഒന്നും നല്ലതാണ് കഴിക്കുന്നതൊക്കെ. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് അറിയിട്ടോ. ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതാ തേങ്ങ ഒഴിച്ച് മിക്സിൻ്റെ ജാറൊക്കെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി നമ്മളിത് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. ജസ്റ്റ് തിളച്ച് വന്നാൽ നമുക്കിതിൽ വറവിടാം. പിന്നെ ഇത് കഴിക്കുമ്പോൾ തൈരോ മോരോ ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇത് ഒഴിച്ചിട്ട് എൻ്റെ മുകളിലൂടെ തൈരോ അല്ലെങ്കിൽ മോരോ പുളിയുള്ളത് ഒഴിച്ചിട്ട് അതും കൂട്ടിയാണ് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കഴിക്കാത്തവർക്ക് പറഞ്ഞു തന്നതാണ്. തൈര് മസ്റ്റാണ്, തൈര് അല്ലെങ്കിൽ മോര്. അപ്പോഴാണ് എൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല. അതൊറ്റ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇതാ എല്ലാം മിക്സാക്കി നമ്മൾ തിളച്ച് വരുന്നുണ്ട്. നന്നാക്കി ഇളക്കി കൊടുത്ത് ഞാൻ ഓഫാക്കിട്ടോ. ഇനി ഇത് നമ്മളത് വറവിടാൻ കറിവേപ്പിലയും വറ്റൽമുളകും കടുകും എണ്ണ ഒഴിച്ചു. ചട്ടി ചൂടായി കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടിയിട്ട് നമ്മളത് പൊട്ടി വരുന്നുണ്ട്. പൊട്ടിയിട്ട് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വറ്റൽമുളകൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊക്കെ ഉമ്മച്ചിയാട്ടോ ഉണ്ടാക്കിയത്. കറി അതൊക്കെ ഉമ്മച്ചിൻ്റെ സ്പെഷ്യൽ ഐറ്റംസാണ്, ഉമ്മച്ചിൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങളുമാണ്. പിന്നെ അത് കടുക് പൊട്ടി ഉമ്മച്ചി മുളകിട്ട് നല്ലോണം പൊട്ടി
തെറിക്കുന്നുണ്ട്. അമ്മച്ചി വറ്റൽമുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ അമ്മച്ചി ഇടുകയാണ്. വറ്റൽമുളകൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ കരിവേപ്പില ഇടുകയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരും കഴിച്ച് നോക്കാത്തവരൊക്കെ ഒന്ന് പറയണേ. ഇത് രണ്ടും ഇഷ്ടമില്ലാത്തവരും ചിലർക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമുണ്ടാവില്ല അല്ലേ. പക്ഷേ ഇഷ്ടമല്ലെങ്കിലും ഒരിക്കലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ലതാണ്, ശരീരത്തിന് വളരെ നല്ല സാധനങ്ങളാണ് അതൊക്കെ. പിന്നെന്താ, അതാ അപ്പോൾ അത് രണ്ടും ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഒരുപാട് കുറ്റവും കുറവും ഒക്കെ ഉണ്ടാവും. എന്തുണ്ടെങ്കിലും കമൻറ്റിൽ പറയാം കേട്ടോ. നിങ്ങൾ പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.